ഈശോ സ്വർഗത്തിലെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ മറിയം ഇഹലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവരഹസ്യം ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്വർഗാരോപണ തിരുനാൾ ഓർക്കാം. ഓഗസ്റ്റ് 15-ാം തീയതി നമ്മളത് ആഘോഷിച്ചു. ആ തിരുനാളിൻ്റെ മംഗളകരമായ നിമിഷങ്ങളിൽ തുടർച്ചയുള്ള ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഗാഗുൽത്തായിലെ പരമ ബലിപീഠത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യപ്പെട്ട നിമിഷത്തിൽ തൻ്റെ സമീപത്ത് നിൽക്കുന്ന യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ യോഹന്നാൻ മാത്രമല്ല യോഹന്നാനെ പോലെ അമ്മയെ സ്വീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നൽകി. എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും നൽകി. അത് ഗാന ശുശ്രൂഷകൻ പാടി ഇതാ നിന്റെ അമ്മ. എല്ലാ ദൈവമേ ആ മരക്കുരിശിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ അമ്മയെ കാണുന്നുണ്ട്. അമ്മ അത് ഏറ്റുവാങ്ങാൻ ഒരു മടിയുമില്ല. ഈ മകൻ എന്താണ് പറയുന്നത് അതിൻ്റെ അർത്ഥം അവൾക്കറിയാം. പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഈശോയെ വാങ്ങാൻ പറഞ്ഞപ്പോൾ അവൾ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചവളാണ്. അവൾ ആത്മാവിനാൽ നിറഞ്ഞവളാണ്. അവൾക്ക് ഈശോയെ വാങ്ങാൻ അറിയാമായിരുന്നു. ഈശോയെ വളർത്തുവാനും ദൈവപിതാവിനോട് സഹകരിച്ചുകൊണ്ട് ബലിപീഠത്തിൽ കൊണ്ടുവന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും അവൾക്ക് അറിവുണ്ടായിരുന്നു, പ്രാപ്തിയുണ്ടായിരുന്നു. ഇന്ന് അവൾ ആ ദൈവകുമാരൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവപിതാവ് മനുഷ്യ മക്കളെ ദൈവകുമാരൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എൻ്റെ പിതാവ് എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള എല്ലാവരെയും ഇതാ മറിയത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സംരക്ഷണത്തിന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി ഇതാ അവൾ ഏറ്റുവാങ്ങി. എന്നെയും നിന്നെയും എന്നെയും നമ്മളെയും എല്ലാവരെയും അവരേറ്റുവാങ്ങി. അമ്മ നമ്മളെ ഏറ്റുവാങ്ങി. അമ്മയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ മക്കളായി തീരുന്നു, സ്വർഗത്തിന് അവകാശിയായി തീരുന്നു. അമ്മ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടുവെങ്കിൽ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന അമ്മയുടെ മകനായി മകളായി ജീവിച്ചു കൊള്ളാമെന്ന വാക്ക് കൊടുത്തുകൊണ്ട് ജപമാല ചൊല്ലുകയും മരിയഭക്തി വളരുകയും ചെയ്യുന്ന ഓരോരുത്തരും ദൈവ പൈതലായി മാറുന്നു, ദൈവാനുഗ്രഹം പ്രാപിക്കുന്നു. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്നവരെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാവരും മരിയഭക്തരാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകം മുഴുവന് വേണ്ടി, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ രക്തബന്ധമുള്ള കുടുംബത്തിലെ ശാഖോപശാഖകളെ, മരിച്ചുപോയവരെ, ജീവിച്ചിരിക്കുന്നവരെ, തലമുറകളെ, വരും തലമുറകൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. 5 ഭൂഖണ്ഡങ്ങളിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് MLA-മാര്, MP-മാര് എല്ലാവരും അവരവരെ ദൈവഹിതം നിറവേറ്റുന്നവരായി മാറുവാൻ. അവർ പാപത്തിന്റെ ബന്ധനത്തിൽ ആരെങ്കിലും ഉണ്ടോ, ജഡത്തിന്റെ ബന്ധനത്തിലുണ്ടോ, അധികാരത്തിന്റെ ബന്ധനത്തിലുണ്ടോ, ഭൗതിക നേട്ടങ്ങളെ പുറകെയാണോ, അവരിൽ നിന്ന് ആ ദുരാത്മ ശക്തികളിലെ ഒന്ന് മാറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവ പൈതലാകുവാൻ, അമ്മയെ ബഹുമാനിക്കുന്നവരായി മാറുവാൻ, അമ്മയെ തള്ളിപ്പളഞ്ഞവരെല്ലാം തിരിച്ചു വരുവാൻ, 90 വിശ്വാസ വർഷത്തിന് ഇനി ശേഷിച്ച ദിവസങ്ങൾ കൃപയുടെ നിറവോടെ അമ്മയെ ഏറ്റുപറയുന്നവരായി മാറുവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ലോകം മുഴുവന് വേണ്ടി. നമ്മുടെ വിശുദ്ധീകരണം മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ലോകം വിശുദ്ധമാക്കപ്പെടണം, വിശ്വാസത്തിൽ വളരണം. അതാണ് ദിവികാരുടെ മലിഭവനത്തിൻ്റെ ലക്ഷ്യം. അത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു അഭിഷേക ശുശ്രൂഷ ഇവിടെ ഉണ്ടാകണം. ഇവിടെയുള്ള പ്രേക്ഷിതർ ഉണരണം, ഇവിടെയുള്ള സന്യസ്തർ ഉണരണം, ഗാന ശുശ്രൂഷയിലും പുരോഗതിനോടക്കം എല്ലാവരും ഉണരണം. ഈ ദേശം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടണം. ഈ അതിരൂപതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതിരൂപതയിലെ പുരോഹിതന്മാർക്ക്, രൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടി, ദിവികാട് മിഷൻ സഭയിലെ 333 വൈദികർക്ക് വേണ്ടി, 2 മെത്രാന്മാർക്ക് വേണ്ടി, അങ്ങനെ സകല എല്ലാ രൂപതകളും എല്ലാവരെയും ഉണർത്തണം. ഒന്ന് ഉണർത്താമോ? ഒന്ന് ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ദൈവകരങ്ങളിൽ ഈശോയെ വാങ്ങുക, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകുക. പരിശുദ്ധ അമ്മ കൊടുത്തതുപോലെ ആ ശുശ്രൂഷ അമ്മയുടെ മക്കൾ ചെയ്യുക. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കാമോ? ഒന്നുകൂടെ നോക്കാമോ? കർത്താവ് നമ്മോടൊപ്പം വരും, കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരും. ഒന്നുകൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ ഇന്ന് സമർപ്പിക്കാനായിട്ടുള്ള നിയോഗങ്ങളെ കൂടെ ഒന്ന് സമർപ്പിക്കണം. എല്ലാ നിയോഗങ്ങളും ഇന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബലിപീഠത്തിൽ കുറേ അത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലും പ്രാർത്ഥിച്ച നിയോഗങ്ങൾ ഇനിയും അത് ദൈവാനുഭവം എല്ലാവർക്കും ലഭിക്കണം. കർത്താവ് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നുവെന്ന് ലോകം മുഴുവൻ അറിയട്ടെ.
പ്രാർത്ഥിക്കട്ടെ. വികാരണത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നവരിൽ ദൈവം ജീവിക്കുന്നു. അവന്റെ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാണ്. ജോബ് പ്രാർത്ഥിച്ചപ്പോൾ ശിക്ഷിക്കപ്പെടാനിരുന്ന തൻ്റെ ജോബിന്റെ സഹോദരങ്ങൾ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ജോബ് പ്രാർത്ഥിച്ചപ്പോൾ ശിക്ഷിക്കപ്പെടാമായിരുന്നവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. ജോബ് പ്രാർത്ഥിച്ചപ്പോൾ ജോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ കിട്ടി. വിശുദ്ധിയോടെ നമ്മൾ പ്രാർത്ഥിച്ച് നഷ്ടപ്പെട്ടത് അതെല്ലാം തിരികെ കിട്ടുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശിക്ഷിക്കപ്പെടാമായിരിക്കുന്നവർ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. ക്യാൻസർ ബാധിച്ചവരാകാം, അത് രോഗം ബാധിച്ചവരാകാം, സോറിയാസിസ് ബാധിച്ചവരാകാം, ഏതൊക്കെ അവസ്ഥ കടങ്ങൾ കയറിയവരാകാം, വീട് നഷ്ടപ്പെട്ടവരാകാം, അവർക്കൊക്കെ അതൊക്കെ തിരികെ കിട്ടുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ യോബ് പ്രാർത്ഥിച്ചതുപോലെ യോബിന്റെ പക്ഷത്ത് നമ്മുടെ സഹനങ്ങളെ സ്നേഹത്തോടുകൂടി കർത്താവിനെ തള്ളി പറയുകയില്ല. സഹനം വന്നാലും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഇനി എനിക്ക് പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടും 13 ആഴ്ച വന്നു 13 ആഴ്ച വന്നിട്ട് ഒരു ഫലിച്ചില്ല, വീസ കിട്ടിയില്ല, കടം നഷ്ടപ്പെട്ടു പോയി. അതൊന്നും വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, യുവതികൾ, ബാലികമാർ വിവാഹം നടന്നില്ല, ലക്ഷങ്ങൾ കൊടുത്തു, 100 ലക്ഷം കൊടുത്ത് കല്യാണം നടന്നവര് ഭാര്യ ഒരിടത്തും ഭർത്താവ് ഒരിടത്തുമായിട്ട് ജീവിക്കുന്നു. ആ കാര്യത്തിലൊക്കെ അച്ഛൻ ഇടപെടാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ പണം കൊടുത്താൽ ഒന്നും കിട്ടുകയില്ല, സമാധാനം കിട്ടുകയില്ല. 100 ലക്ഷം രൂപ കൊടുത്തു, 1 കോടി കൊടുത്തു, അല്ലെങ്കിൽ 100 ഭവനും കൊടുത്തു. അത് പോരാ, അതൊന്നുമല്ല കൊടുക്കേണ്ടത് ഈശോയും പരിശുദ്ധാത്മാവാണ്. തകർന്ന ഹൃദയങ്ങളെ രക്ഷിക്കുന്ന ദൈവം. യോബിനോടൊപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അമ്മയോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാമോ? വിശുദ്ധ അന്തോനീസിനോടൊപ്പം പ്രാർത്ഥിക്കാമോ? ആലക്കളത്തച്ഛനോട് പറയത്തച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാമോ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായോട് ബെനഡിക്ട് പിതാവിനോട് ഒപ്പം പ്രാർത്ഥിക്കുമോ? സാത്താന്റെ സകല സൂത്രങ്ങളും അവന്റെ സൂത്രങ്ങളും കെണികളൊക്കെ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശാപമോചനം പ്രാപിക്കുന്നു. എല്ലാവരും വിശ്വാസത്തിലേക്ക് ഇവിടെ നമ്മളെ മദ്രാസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുർബാന ചെല്ലാൻ ദേവാലയമില്ല, ചെല്ലിക്കൊണ്ടിരുന്ന ദേവാലയത്തിൽ നിന്ന് ചെല്ലണ്ടെന്ന് അവർ പറയുന്നു. അതുപോലെ സൗദിയും അതുപോലെ തകർന്ന ദേവാലയം ദാവീദിന്റെ ഇടിഞ്ഞ കൂടാരം പുനരുദ്ധരിക്കപ്പെടണം. കർത്താവ് പ്രഘോഷിക്കപ്പെടണം. കർത്താവിന്റെ പക്ഷത്താണ്. നമുക്ക് കൂടെ നിൽക്കാം, ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പണിയേണ്ടതായ ആരാധനാലയം, ധ്യാന കേന്ദ്രം, വാങ്ങേണ്ട സ്ഥലം എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? പോരാ ശ്വാസത്തോടെ ശാപങ്ങൾ മാറുന്നു, രോഗങ്ങൾ മാറുന്നു, ശാപമോശം നഷ്ടപ്പെട്ടത് വീണ്ടുവിടുന്നു. ജഡികത, വിചാരശക്തി, സ്വയംഭോഗം, പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഈ നിമിഷം സമർപ്പിക്കാം. ഈ ഒരു ദിവസം, ഈ നിമിഷം നമ്മൾ ഇവിടെ ആയിരിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി പ്രവർത്തിച്ചിട്ടുള്ള അനവധി സമയങ്ങളുണ്ട്. ആ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ വേദനയും ദുഃഖവും തകർച്ചയും രോഗത്തെയും എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയാം. കർത്താവിനെ അനുഭവിക്കാൻ നമുക്ക് ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുകയാണ്. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അമ്മ സമർപ്പിച്ച പോലെ ഇതാ കർത്താവിന്റെ ദാസി, അവരുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. കർത്താവിന്റെ ഹിതം നമ്മളിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശി മരിച്ചുദ്ധനായ ഈശോയെ, ഞങ്ങളുടെ മനസ്സിനെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് മായ്ക്കണമേ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്, പാപികളാണ്. കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അബോധ മനസ്സിലും മറിഞ്ഞു കിടക്കുന്ന എല്ലാ മുറിവുകളിലേക്കും കർത്താവിനെ നമുക്ക് വിളിക്കാം. നമ്മുടെ നിരാശകള്, സങ്കടങ്ങള്, വിട്ടുമാറാത്ത രോഗപീഠകളിലേക്ക് കർത്താവിനെ വിളിക്കാം. കർത്താവിന്റെ തിരുവിലാവിൽ ഒഴുകുന്ന
തിരുരക്തം കൊണ്ട് നമ്മളെ ഇപ്പോൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങളിലേക്ക്, നമ്മുടെ നിരാശയിലേക്ക്, അടിച്ചമർത്തപ്പെട്ട സങ്കടങ്ങളിലേക്ക് വിളിച്ച് ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഹന്നായുടെ പ്രാർത്ഥന, ഹന്നയുടെ കീർത്തനം സാമുവേലിന്റെ പുസ്തകത്തിലൂടെ നമുക്ക് ഒരു നിമിഷം ധ്യാനിക്കാം. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അതിരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയെ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ്വം ഉൾപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷ അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവർ നിരാലംബയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നു ഉയർത്തുന്നു അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അകതയെ കുപ്പയിൽ നിന്ന് സമുദ്രിക്കുന്നു. അങ്ങനെ അവരെ പ്രമുഖന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. കർത്താവിന്റെ വചനം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ഈ നിമിഷം നമ്മളെ ഐശ്വര്യത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് കർത്താവ് നമ്മളെ വഴി തുറന്നു തരട്ടെ. യെശയ്യാ പ്രവാചകനിലൂടെ 45 അധ്യായത്തിലൂടെ അരുളിച്ചെയ്യുന്ന വലിയ വചനം നമുക്കൊന്ന് ധ്യാനിക്കാം. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നു കിടക്കുന്നതിനും വേണ്ടി ആരുടെ വലുതായി ഞാൻ ഗ്രഹിച്ചിരിക്കുന്നുവോ, തന്റെ അഭിഷേകനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്തു: ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് കവാടങ്ങൾ ഓടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരം ഞാൻ നിനക്ക് തുറന്നു തരും. വീണ്ടും കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മളെ പരമോന്നത പദവിയിലേക്ക് ഉയർത്തുന്ന വാഗ്ദാനം വെളിപാട് പുസ്തകത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ വിജയം വരിച്ച എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ വിജയം വരിക്കുന്നതിന് എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വീണ്ടും കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചെടുത്ത ജലത്തിന് ദാഹജലം നൽകാൻ മരുഭൂമി ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴിക്കുകയും. കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നമുക്ക് കർത്താവ് തരുന്ന പരിശുദ്ധ വചനം അഭിവൃദ്ധിയുടെ സമ്പന്നതയുടെ വാഗ്ദാനമായ പരിശുദ്ധ വചനം ഫിലിപ്പിയ ലേഖനത്തിലൂടെ 4-ാം അധ്യായം 19-ാം വാക്യം: എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനങ്ങൾ നമുക്ക് ഒരു നിമിഷം ധ്യാനിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് ഈ നിമിഷം കടന്നു വരികയാണ്. ബഹുമാന്റെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന നിരവധിയായ നിയോഗങ്ങള്, ഈ 8 വർഷക്കാലം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ മക്കളെ, ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഈ മക്കളോടൊപ്പം ഇവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും ഇവരുടെ നിയോഗങ്ങളെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇവരുമായി സമ്പർക്കമുള്ള ഓരോ വ്യക്തികളെയും ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. തിരിച്ചോര കൊണ്ട് കഴുകി കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഈ നിമിഷം നമ്മളിലേക്ക് വ്യാപരിക്കാണ്. ഇവിടെ വന്നിരിക്കുന്ന രോഗികളുണ്ട്, മാരക രോഗമാണെന്ന് ഭയന്നിരിക്കുന്ന അവസ്ഥയിൽ ബയോപ്സി ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന മകന്, പല മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങള്, ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകള്, ചികിത്സിച്ച് ഭേദമാകാതെ കിടക്കുന്ന രോഗങ്ങൾ, കിടപ്പിൽ രോഗികള്, വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങള് പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. ബെത്സദ കുളക്കരെ കിടന്ന രോഗിയെ പോലെ കാത്തു കിടക്കുന്ന രോഗികളെ കർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് വിശ്വസിച്ച് കാത്തു കിടക്കുന്ന മക്കളിലേക്ക് ഈ നിമിഷം കർത്താവ് കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹം പ്രാപിച്ച് സമരക്കാരി സാക്ഷ്യം വഹിച്ചതുപോലെ കുഷ്ഠരോഗി 38 വർഷമായി ബെത്സദ കുളക്കരെ കിടന്ന രോഗി കർത്താവിന് സാക്ഷ്യം നൽകുന്നുണ്ട്. അതുപോലെ നമ്മളും സാക്ഷ്യം നൽകുന്ന മക്കളായി തീരട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിന് വേണ്ടി, ഈ ഭവനത്തിന്റെ നിയോഗത്തിന് വേണ്ടി, ഈ ഭവനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലം വാങ്ങുവാൻ സാമ്പത്തികമായ ക്രമീകരണങ്ങള് കർത്താവ് ചെയ്തു തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടേക്ക് തന്നിരിക്കുന്ന 3 ബഹുമാനപ്പെട്ട വൈദ്യരെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നിയോഗം അർപ്പിച്ചിരിക്കുന്ന ത്രസ്യമ്മ എന്ന സഹോദരി ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. കൈയുടെ മരവിപ്പ്, പിടലിയുടെ വേദന, മുട്ടിന്റെ വേദന മാറിക്കിട്ടുവാന്
ഭാരപ്പെടുന്നു. ഈ കുടുംബത്തിന്റെ വലിയ കടബാധ്യതയുടെ ഭാരപ്പെടുന്നുണ്ട്. ആ മക്കളുടെ ജോലിക്ക് വേണ്ടി പ്രത്യേകം ആഗ്രഹിക്കുന്നു. ഈ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. ബ്രസ്റ്റ് ക്യാൻസർ വന്ന അമ്മയോടേക്ക് ഇനി ആ രോഗം തിരിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടി സുനിൽ സമർപ്പിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് ഹാർട്ട് സംബന്ധമായ അസുഖം കാണും. ഇന്നലെ ഓപ്പറേഷന് വിധേയമായ 4 മാസമുള്ള കുഞ്ഞിനെ നമുക്ക് സമർപ്പിക്കാം. ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരുവാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഹൃദയ സംബന്ധമായ ബ്ലോക്കുകള്, ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക രോഗികളുണ്ട്. അവരെല്ലാം നമുക്ക് ഒരു നിമിഷം സമർപ്പിക്കാം. ക്യാൻസർ രോഗങ്ങള്, ശരീരത്തിലുള്ള വയറ്റിലുള്ള മുഴ, വൻകുടലിലുള്ള മുഴ, ചെവിയുടെ പുറമെ ഗ്ലാൻഡുകൾ വലുതായി മുഴകളായിട്ട് നീരായിട്ട് കഴിയുന്ന അലക്സ് എന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സമർപ്പിക്കാം. അനന്യ എന്ന 9 വയസ്സുള്ള കുഞ്ഞിന്റെ ക്യാൻസർ രോഗത്തെ നമുക്ക് സമർപ്പിക്കാം. ദിവ്യാണി സന്നദ്ധിയിലേക്ക് ആശ എന്ന മകളുടെ നടുവേദന സിസ്റ്റർ ആശയെ സമർപ്പിക്കാം. സിസ്റ്റർ മരീച്ചയെ സമർപ്പിക്കാം. അസുഖത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. ഡങ്കിപ്പനി ബാധിച്ചു കിടക്കുന്ന വിജിത്ത് എന്ന മകനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യാണി സന്നദ്ധിയിലേക്ക് ബോൺ സംബന്ധമായ രോഗങ്ങള്, ചികിത്സയിലായിരിക്കുന്ന മക്കളെ, ബോൺ അസ്ഥി തേയ്മാനങ്ങള് ഭാരപ്പെടുന്ന മക്കളെ കർത്താവിന്റെ സന്നിധി കൊടുക്കാം. ആ തേയ്മാനങ്ങളൊക്കെ മാറ്റി പുതിയ അസ്ഥി കർത്താവ് സ്ഥാപിച്ച് അത്ഭുതം പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം ബോൺ സംബന്ധമായ രോഗികളെ ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കിടപ്പ് രോഗികൾ കിടക്കെടുത്ത് നടക്കാനൊക്കെ വേണം കർത്താവിന്റെ പരിശുദ്ധ വചനം കടന്നു വരട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തലകർക്കത്താൽ ഭാരപ്പെടുന്നു, വായിൽ നിന്ന് വെള്ളം വരുന്നു ആയിട്ടുള്ള മകളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. അമൽസി തോമസ് എന്ന മകനെ സമർപ്പിക്കുന്നു. പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ രോഗം മാറുന്നതിന് വേണ്ടി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിരന്തരം ഫിക്സ് ഉള്ള മക്കള്, മെനിഞ്ചൈറ്റിസ്, മൈഗ്രെയിന്, വിട്ടുമാറാത്ത തലവേദനയായിട്ട് ഭാരപ്പെടുന്ന മക്കളുണ്ട്. അലർജി രോഗങ്ങള്, ചികിത്സിട്ട് മാറാത്ത സോറിയാസിസ് രോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ശ്വാസമുട്ടലുകള്, ജലദോഷം, മൂക്കടപ്പ് അങ്ങനെയുള്ള രോഗങ്ങള് ആയിട്ട് കഴിയുന്ന മക്കളെയും പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന വയറ്റിൽ അസ്വസ്ഥകളായിട്ട് ലൂസ് മോഷനായിട്ട് ഭാരപ്പെടുന്ന മകൾക്ക് വേണ്ടി സജു എന്ന മകളെ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്നു. പ്രത്യേകം കർത്താവ് സൗഖ്യം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വീസ ശരിയാക്കുന്നതിന് വേണ്ടി ആ മകൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി മദ്യത്തിന്റെയും ചീട്ടുകളിയുടെയും ദുഷിച്ച കൂട്ടുകെട്ടുകളുടെയും പിടിയിലായിരിക്കുന്ന പ്രിയപുത്രൻ 27 വയസ്സുള്ള കുടുംബത്തിന്റെ ഏക അത്താണിയായ മകനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ മകന്റെ ദുശീലങ്ങള്, ആസക്തികള്, സഹോദരിമാരെ വീട്ടിൽ കഴിച്ചില്ല, ഭീഷണിപ്പെടുത്തി പണം കൈവശമാക്കി ചീട്ട് കളിച്ച് പണം ദുരുപയോഗം ചെയ്യുന്ന ഈ മകനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇതുപോലെ ഭാരപ്പെടുന്ന മറ്റൊരു മകനെ അബുവിനെ സമർപ്പിക്കുകയാണ്. ചീത്ത കൂട്ടുകെട്ടുകളും മദ്യപത്തിന്റെ പുകവലിയുടെ ആസക്തികളുടെ അനിശം, ദേഷ്യ സ്വഭാവം, മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത അവസ്ഥ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. ഈ മകനോടൊപ്പം തന്നെ ഇതുപോലെ മാതാപിതാക്കളോടുള്ള വെറുപ്പ്, വിദ്വേഷം, മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയുന്ന മക്കളെ, പ്രത്യേകമായിട്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വെറുപ്പ്, വൈരാഗ്യം, ഐക്യമില്ലായ്മ, കുടുംബജീവിത പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലുള്ള അകൽച്ചകളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഈ നിമിഷം നമുക്ക് കൊടുക്കാം. സ്നേഹം, കർത്താവിന്റെ സ്നേഹം കടന്നു വരട്ടെ. ക്ഷമിക്കുന്ന സ്നേഹം, കർത്താവിന്റെ ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദുഷ്ടാരൂപികളും, അവരെ ബാധിച്ചിരിക്കുന്ന തിന്മയുടെ എല്ലാ ദുഷ്ടാരൂപികളും യേശു നാമത്തില് വിട്ടുപോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ 6 മാസമായ ദമ്പതി മകളെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ഭർത്താവിന്റെ ജോലി സംബന്ധമായും ഭർത്താവിന്റെ വീടിന്റെ കടത്തെ പറ്റിയും ഇരുഭവനുമായി സ്വരചർച്ചയില്ലാതെ കഴിയുന്ന ഒരു കുടുംബത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ജോർജ് എന്ന മകൻ സമർപ്പിച്ചിരിക്കുന്ന നിയോത്ത ഈശോയുടെ ലിറ്റി ജോർജിന്റെ നിയോത്തയാണ് ഇപ്പോൾ സമർപ്പിച്ചത്. ഈ മകളോടൊപ്പം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതങ്ങള്, ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ച് കഴിയുന്നു. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പുകളെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. സിജുവിന്റെ നിയോത്തെ സമർപ്പിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം കിട്ടുന്നില്ല, എന്റെ ജീവിത പങ്കാളി എന്റെ മാതാപിതാക്കളുമായി സ്നേഹത്തോടെ പെരുമാറുവാനും അംഗീകരിക്കുന്നതിന് വേണ്ടി സഹായം അപേക്ഷിച്ചിരിക്കുന്നു. ഈ മകനെയും അവന്റെ നിയോഗത്തെയും പറ്റി നമുക്ക് സമർപ്പിക്കാം. വിവാഹം നടക്കുന്നതിന് വേണ്ടി സഹോദരന്റെ നിയോഗം, വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി ഈശോയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. ദിവ്യാന്യ സന്നിധിയിലേക്ക് വിവാഹ തടസ്സമായിട്ട് കഴിയുന്ന അനേകം മക്കളുണ്ട്, യുവാക്കളുണ്ട്. അവരെല്ലാം നമുക്ക് ഒരു നിമിഷം ഈശോയുടെ കരങ്ങളെ സമർപ്പിക്കാം. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാലി ജെയിംസ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മകളുടെ ജസ്ന ജെയിംസ് സമർപ്പിക്കുന്നു. മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നേടിയിരിക്കുന്നു. ഈ മകളുടെ വിവാഹ
തടസ്സം കർത്താവ് എടുത്തു മാറ്റിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ബിടെക് പഠിക്കുന്ന ജിജോ മാറ്റിനെ സമർപ്പിക്കുന്നു. ജോലി ലഭിക്കുവാൻ വേണ്ടി പരീക്ഷയിൽ ഉന്നത വിജയത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന വിഷമത്തിലായിരിക്കുന്ന സോശാമ ജോൺ ദമ്പതികളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ മക്കളോടൊപ്പം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നിമിഷ എന്ന മകളെയും പ്രത്യേകം സമർപ്പിക്കാം. ഒരു കുഞ്ഞിന് വേണ്ടി ഈ ദിവസങ്ങളെല്ലാം വന്ന് പ്രാർത്ഥിച്ച ദമ്പതികളുണ്ട്. വർഷങ്ങളായിട്ട് കാത്തിരിപ്പുള്ള മക്കളുണ്ട്. കർത്താവ് സന്താന സൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന വർഗീസ് ജോർജ് എന്ന മകന്റെ വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. തടസ്സം മാറുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ തടസ്സങ്ങൾ നേരിടുന്ന മക്കളെയും പ്രത്യേകം സമർപ്പിക്കാം. അതോടൊപ്പം ഭവനം ഇല്ലാത്ത മക്കളെ, വീട് പണിയാനും ഭവനത്തിൽ കയറി താമസിക്കാൻ പറ്റാത്ത വിധ അസ്വസ്ഥതയുള്ള മക്കളെ, പണി പൂർത്തിയാതെ കിടക്കുന്ന ഭവനങ്ങളെ, വസ്തുവകളില്ലാത്ത മക്കളെ, കടബാധ്യത കഴിയുന്ന വൻ കടബാധ്യതയുടെ തകർച്ചയെ കഴിയുന്ന മക്കളെയും പ്രത്യേകം ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ സഹായം കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായ ഒരു മകളെ സമർപ്പിക്കുന്ന കർത്താവിന്റെ BSc ജോലി ചെയ്യുന്ന മകളെ, ഇപ്പോൾ ആ മകളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലെ 35 വയസ്സുള്ള മജീഷ് തോമസിന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ ലോൺ നടപടികൾ ക്യാൻസൽ ചെയ്യുന്നതിനും എഴുതിത്തള്ളുന്നതിനു വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന തോമസ് വിസിയുടെ നിയോഗത്തെ നമുക്ക് സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് അയർലൻഡിലുള്ള മകളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നേടിയിരിക്കുന്ന ഫെബി എന്ന മകളുടെ വിവാഹം ഇന്ന് നടക്കുന്നു. ദാമ്പത്യ ജീവിതം ധന്യമാകുന്നതിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് കിരൺ എന്ന 34 വയസ്സുള്ള മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റട്ടെ. വസ്തു വിറ്റ് മറ്റൊരു വസ്തു സ്ഥലവും ദേവാലയമുള്ള സ്ഥലത്ത് വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ജോളിയമ്മ എന്ന മകളുടെ നിയോഗത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഷൈനി 30 വയസ്സ് ജീവിത പങ്കാളിയെ തേടുന്നു. കർത്താവിന്റെ അനുഗ്രഹം അവരുടെ മേലുണ്ടാകട്ടെ. 7 ലക്ഷം രൂപ ലോൺ എടുത്ത മകനെ പ്രത്യേകം സമർപ്പിക്കുന്നു. ആ മകനെ ഇപ്പോൾ ആ മകന്റെ സാമ്പത്തികമായ വിഷമങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് വിവാഹം നടക്കുവാനുള്ള മറ്റൊരു മകളെയും സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന 10 വർഷമായി വീസ പുതുക്കി കിട്ടാതെ വിഷമിക്കുന്ന മകനെ ഇപ്പോൾ ജിനിസൺ എന്ന മകനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ മകന്റെ വീസയുടെ തടസ്സം പുതുക്കി കിട്ടാനുള്ള കാലതാമസം കർത്താവ് എടുത്തു മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വീസ തടസ്സങ്ങൾ, ജോലി ലഭിക്കുവാനുള്ള തടസ്സങ്ങളെ ആയിട്ട് ഭാരപ്പെടുന്ന മക്കളെ, കുടുംബത്തോടൊപ്പം പോയി താമസിക്കാൻ ഫാമിലി വീസ കിട്ടുവാനും PR കിട്ടുവാനും ആയിട്ട് കാത്തിരിക്കുന്ന മക്കളെയും, ശമ്പളം കൂട്ടിക്കിട്ടുവാനായിട്ട് നഷ്ടപ്പെട്ട ജോലി മറ്റൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെയും, പഠനം പൂർത്തിയായി നിൽക്കുന്ന അനേകം മക്കളുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന യുവാക്കളെ, യുവതികളെ ജോലി ലഭിക്കുവാനുള്ള കാലതാമസം മാറിക്കിട്ടുവാൻ, റിസൾട്ട് ഔട്ടാകാനുള്ള താമസം, പുതിയ കോഴ്സിലേക്ക് പോകാനുള്ള ആഗ്രഹം എല്ലാം സമർപ്പിക്കാം. ഉപരിപഠനത്തിനുള്ള ആഗ്രഹിക്കുന്ന മക്കൾക്ക് കർത്താവ് സഹായം എത്തിക്കട്ടെ. അവർക്ക് അതിനുള്ള ആഗ്രഹം സാധിച്ചു കിട്ടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. BSc നഴ്സിംഗിന്റെ പരീക്ഷയിൽ അപ്പിയർ ചെയ്യുന്ന മക്കള്, എഞ്ചിനീയറിംഗ് മേഖലയിൽ പരീക്ഷ ചെയ്യുന്ന മക്കള്, ഈ ദിവസങ്ങളിലൊക്കെ ഇന്റർവ്യൂ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഹാർഡ് എക്സാം, MOH, IELTS, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കള്, കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കളുണ്ട്. അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. അവർക്ക് താമസം കൂടാതെ ഏജൻസിയൊക്കെ മുഖേന പോകുമ്പോൾ അവരൊരു ചതിയിലും പെടാതെ കർത്താവെ സുരക്ഷിതമായി എത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലെ സഹോദരങ്ങൾ തമ്മിൽ തർക്കം മൂലം സ്ഥലം വിൽക്കാനായിട്ട് തടസ്സമുള്ള എൽസമ എന്ന സഹോദരി സമർപ്പിച്ചിരിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ഈ മകളെയും അവരുടെ ആഗ്രഹത്തെയും പ്രത്യേകം സമർപ്പിക്കാം. പണം നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സഹായത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു. കുടുംബ സമാധാനം ആഗ്രഹിച്ച് സമർപ്പിച്ചിരിക്കുന്നു. കുടുംബത്തിലുള്ള സമാധാനം ഇല്ലായ്മ മാറിക്കിട്ടുവാനും, സാമ്പത്തിക തകർച്ച, കൃഷി ചെയ്യാൻ പറ്റാതെ ഒരേകം കേസും വഴിപ്രശ്നമായി കഴിയുന്നു. എല്ലാ രോഗങ്ങളും മാറുവാൻ, മാനസിക അസ്വസ്ഥ മാറുവാൻ, കുട്ടികളുടെ കഴിവില്ലായ്മ, പഠന വൈകല്യം മാറുന്നതിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് അബുദാബിയിലായിരിക്കുന്ന മകന് മനുവിനെ സമർപ്പിക്കുന്നു. മകന് ജോലിയിലുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മകനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നതായ സ്റ്റാഫ് നേഴ്സായ വിനീതയുടെ ഹൈപ്പർ തൈറോയിഡിസം മാറുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ആ മകളുടെ രോഗപീഠം സമർപ്പിക്കാം. തൈറോയ്ഡ് സംബന്ധമായ രോഗികളുണ്ട്, അവരെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ തൈറോയ്ഡ് രോഗം കർത്താവ് മാറ്റി കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലെ കടബാധ്യത ഞെരുക്കുന്ന ഒരു ഭവനത്തെ സാലി വർഗി സമർപ്പിച്ചിരിക്കുന്നു. ആ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് കടബാധ്യത മാറുവാൻ വേണ്ടി
വണ്ടി വാങ്ങുവാനുള്ള ആഗ്രഹത്തെ ബിനോയുടെ നിയോഗത്തെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനീഷ് ആന്റണിയുടെ പഠനത്തെ സമർപ്പിക്കുന്നു. ഉന്നത റിസൾട്ടിന് വേണ്ടി സമർപ്പിക്കുന്നു. കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് മക്കളുടെ ഭയത്തിന്റെ അരുവി വിട്ടുമാറുന്നതിന് വേണ്ടി കുടുംബത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാകുവാനായിട്ട് സമർപ്പിച്ച സഹോദരിയുടെ നിയോഗത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ശ്യാം എന്നൊരു മകനെ സമർപ്പിക്കുന്നു. പഠന പരീക്ഷയില് ഉന്നത റിസൾട്ട് കിട്ടുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്റ്റാഫ് സെലക്ഷൻ നേഴ്സിംഗിന്റെ സെലക്ഷന് വേണ്ടി പരീക്ഷ എഴുതുന്ന 25-ാം തീയതി പരീക്ഷ എഴുതുന്ന മകളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യനാഥന്റെ സന്നിധിയിലെ മംഗലാപുരത്ത് നേഴ്സിംഗ് പഠിക്കുന്ന മകളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. അപ്പൊ അവരുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു. ഈ പരീക്ഷ എഴുതുന്ന MOH എഴുതുന്ന മക്കളെ, ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ, നേഴ്സിംഗ് മേഖലയുള്ള പരീക്ഷകളെ, പരീക്ഷ എഴുതുന്ന മക്കളെ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം ദിവ്യാന്റെ സന്നിധിയിലേക്ക്. ഒരിക്കൽ കൂടെ ബഹുമാനത്തെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവരുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന്റെ എല്ലാ നിയോഗത്തിനു വേണ്ടി, സഭയുടെ നിയോഗത്തിന് വേണ്ടിയും, പ്രത്യേകിച്ച് 20 അധ്യക്ഷന്മാരെയും ബഹുമാനത്തെ വൈദ്യരെയും വൈദ്യ വിദ്യാർത്ഥികളെ എല്ലാം സമർപ്പിക്കാം. നമ്മുടെ നാടിനു വേണ്ടി ഭരണാധികാരികളെ ഒക്കെ സമർപ്പിക്കാം. ലോകരാഷ്ട്രങ്ങളെ സമർപ്പിക്കാം. സമാധാനത്തിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സമാധാനം സ്ഥാപിക്കട്ടെ, സർവ്വ ഐശ്വര്യവും കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും മാതാപിതാക്കളെയും കർത്താവ് ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഇപ്പോൾ വ്യാപരിക്കാണ്. ഉൾപ്പടപ്പിൽ നിന്ന് മോശയെ വിളിച്ച കർത്താവ് വിശ്വ കുർബാനയിൽ എണ്ണി വന്നിരിക്കുന്ന ഈശോ ഈ മക്കളെ ഇപ്പോൾ വിളിക്കുവാണ്. മകനെ മകളെ എന്ന് വിളിച്ച് കർത്താവ് നമ്മുടെ അരികിലേക്ക് വരികയാണ്. അദൃശ്യമാണെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം മക്കൾക്ക് മനസ്സിലാക്കാൻ അനുഭവിക്കാൻ സാധിക്കട്ടെ. മിശിയ അനുഭവം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ അടകം ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ. രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ.
അനുപമ സ്നേഹമാണമ്മ, അനശ്വര ഭാവമാണമ്മ. ഇന്നെന്റെ ആത്മാവിൽ കുറുകും പ്രാവേ, നീ എന്റെ നെഞ്ചിൽ നിറയും കൊഞ്ചൽ അമ്മ, എന്റെ സ്വർഗീയ അമ്മ, അമ്മ എന്റെ കർത്താവിനമ്മ. അനുപമ സ്നേഹമാണമ്മ, അനശ്വര ഭാവമാണമ്മ. ഇന്നെന്റെ ആത്മാവിൽ കുറുകും പ്രാവേ, നീ എന്റെ നെഞ്ചിൽ നിറയും കൊഞ്ചൽ അമ്മ, എന്റെ സ്വർഗീയ അമ്മ, അമ്മ എന്റെ കർത്താവിനമ്മ. അഞ്ചാം ദിവസം പരിശുദ്ധ മറിയം സ്വർഗത്തിൽ കിരീടമണിയിക്കപ്പെടുന്നു. സന്തോഷത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അമ്മയോടുള്ളതായ ആദരവ് സ്വർഗത്തിലായിരിക്കുന്ന നിമിഷമാണെന്ന് ഓർക്കുക. പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. കൃപാനയായി രക്ഷകനായ ഈശോയുടെ സാന്നിധ്യമുണ്ട്. നമ്മളിലേക്ക് പരിശുദ്ധാത്മയുടെ സാന്നിധ്യമുണ്ട്. ഈ ത്രിത്വക ദൈവത്തിൻ്റെ സാന്നിധ്യം ലോകം മുഴുവനും വ്യാപരിക്കണം, അതെല്ലാവർക്കും നൽകണം. ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ രഹസ്യം നമ്മൾ ചെല്ലുന്നത്. അമ്മ ബഹുമാനിക്കപ്പെടുന്നു. അമ്മയെ ആദരിക്കുന്ന കുടുംബങ്ങളിൽ ത്രിത്വക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്കൊന്നുയർന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരിലേക്കും, നമ്മുടെ സഹോദരന്മാരിലും സഹോദരിയിലും, നമ്മുടെ മാതാപിതാക്കളിലും മാതാപിതാക്കളുടെ സഹോദരങ്ങളിലും, നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ ശുദ്ധീകരണത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിന്ന് അവിടുന്ന് മോചിക്കപ്പെട്ട സ്വർഗത്തിലെത്തണമെന്നുള്ള ആഗ്രഹത്തെ സമർപ്പിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക. എല്ലാവരെയും നമുക്ക് സമർപ്പിക്കണം. നമ്മളുടെ ഇടപെടേണ്ടി വരുന്ന ലോകം മുഴുവനെയും നമ്മുടെ അഭിഷിക്ത പിതാക്കന്മാർ, നമ്മുടെ അഭിഷിക്ത പുരോഹിതർ, കഴിഞ്ഞ തലമുറയിൽ ശുശ്രൂഷ ചെയ്ത പുരോഹിതന്മാർ, ഈ തലമുറയിൽ ശുശ്രൂഷിക്കേണ്ടവർ, വരും തലമുറയിൽ ശുശ്രൂഷിക്കേണ്ടവർ, അവരെല്ലാവരെയും വലിയ വിദ്യാർത്ഥികളെ, നോവിസസ്, സമർപ്പണ ജീവിതം നടത്തുന്ന സന്യസ്ത സഹോദരന്മാർ, ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സന്യസ്ത സഹോദരിമാർ, ലോകം മുഴുവനും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മോൺസിഞ്ഞോർമാരും പറഞ്ഞ എല്ലാവരും, അഭിഷിക്തരെല്ലാവരും, ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും, നമ്മുടെ പ്രത്യേകമായ ഈ മരിയ ഭവനത്തിലെ ശുശ്രൂഷകർ, ഗാന ശുശ്രൂഷകർ, ഇന്ന് വന്നവരെ വരാതിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യത്തിൽ സകല വിശുദ്ധർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന ദൈവമേ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മൾ മിണ്ടാമഠം അവിടെയുള്ള സന്യസ്ത സഹോദരന്മാർ, അവിടെ 20-22 സിസ്റ്റേഴ്സ് നിരന്തരം 24 മണിക്കൂർ ആരാധന നടത്തുന്ന നെടുമന്നം ആരാധന മഠം, അതുപോലെ ഇതിന് ചുറ്റുമുള്ള ആരാധന മഠങ്ങൾ, അവരെല്ലാവരും അവരുടെ അഭിഷേകത്തിൽ നിറവോടെ അവർ പ്രാർത്ഥിക്കുന്നവരാകട്ടെ. അവർ നെടുമന്നത്തിന് വേണ്ടി മാത്രമല്ല, ഈ ദേശം മുഴുവന് വേണ്ടി ആരാധിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നവരിലേക്ക് പ്രാർത്ഥനയുടെ ചൈതന്യം ഒരിക്കൽ കൂടി കൂടുതൽ ഉണ്ടാകട്ടെ. ദൈവമേ, മാർപ്പാപ്പ ആശീർവദിക്കുമ്പോൾ ആശീർവാദം നമുക്ക് കിട്ടും. നമ്മൾ മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാ അഭിഷിക്തർ, പ്രാർത്ഥിക്കുന്ന സമർപ്പിതർ, പ്രാർത്ഥിക്കുന്ന ആത്മായ സഹോദരങ്ങൾ, ഇവർക്കെല്ലാവർക്കും അവരുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി, പരിശുദ്ധാത്മയുടെ നിറവ് ലഭിക്കാൻ വേണ്ടി അമ്മയോടൊപ്പം നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജപമാല സമർപ്പണം ഞങ്ങളുടെ പിതാവായ ഞങ്ങളെ എല്ലാം ഭാവിയിലായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച് പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളൊന്നായി ചേർത്ത് പരിശുദ്ധ പാതകളേറ്റ ഒരു ഉപഹാരമായ കാഴ്ചവെക്കാൻ നിങ്ങളോട്